വംശ കുടുംബത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടുത്തെ വർക്ക് ചെയ്തിരിക്കുന്നത് കുഞ്ഞമ്മയാണ്. നമ്മളെ വീട്ടിൽ നിത്യോപയോഗമായിട്ട് പല സാധനങ്ങളും മേടിക്കാറുണ്ട്. അതിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വരുന്നുണ്ട്. കൂടാതെ ചെറിയ കണ്ടെയ്നർ ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ വീടുകളിൽ വരാറുണ്ട്. അപ്പോൾ അത് വച്ചിട്ടാണ് ഇതേപോലെയുള്ള ഒരു ഫ്ലവർ വൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലവർ മാത്രം നമ്മൾ കുറച്ച് പുറത്തുനിന്നാണ് മേടിച്ചത്. കാരണം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല വിലയുണ്ട്. തുണിയിലായതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞു പിടിച്ച് മേടിച്ചത്. കാരണം ഇത് വാഷ് ചെയ്യാൻ കഴിയുന്നതാണ്, കളർ ഫെയ്ഡ് ആവത്തില്ല. പിന്നെ നമ്മൾ എക്കോ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകളായിട്ട് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാലിന്യത്തിലേക്ക് പോകുന്നതിൻ്റെ അളവ് നമുക്ക് കുറേ അധികം കുറയ്ക്കാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിത്യോപയോഗമായി വരുന്ന പ്ലാസ്റ്റിക്കിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതുപോലെ എല്ലാവർക്കും ചെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യത്തിലേക്ക് പോകുന്ന അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്നും നല്ല ശുദ്ധമായ ഓക്സിജനും കാര്യങ്ങളും നമുക്ക് കിട്ടാനും തുടങ്ങും. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ മിൽക്ക് മിസ്റ്റിൻ്റെ ഈ തൈരൊക്കെ വരുന്ന കണ്ടെയ്നറാണ്. ഇടയ്ക്ക് വീട്ടിൽ ഇത് മേടിക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഈ കണ്ടെയ്നർ യൂസ് ചെയ്യാറുണ്ട്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മ ഇതുപോലെയുള്ള വർക്കുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ഉപയോഗമുണ്ട്. നമുക്കിതിൽ ഫ്ലവർ വൈസായിട്ടും വയ്ക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻസില്, പേന അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും സാധനം ഇട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന നൈലോണിൻ്റെ നൂല്, ഐസ്ക്രീം സ്റ്റിക്ക്, ഈ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ഒട്ടിക്കാനായിട്ട് ഫ്ലക്സിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്, ചിപ്പി എടുത്തിട്ടുണ്ട്. കൂടാതെ വേറൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. കൂടാതെ ഇത് എല്ലാം ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. സാധാരണ കുട്ടികളുടെ അടുത്തു നിന്നൊക്കെ മാറ്റി വയ്ക്കാൻ പറയുന്ന രണ്ട് പശകളിൽ ഒന്ന് ഫ്ലക്സിൻ്റെ ഗ്ലൂവും കൂടാതെ ഗ്ലൂ സ്റ്റിക്കും ആയിരിക്കും. കാരണം ഇത് രണ്ടും കുട്ടികളുടെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചൂടുള്ളതും ഒന്ന് കയ്യിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതുമായിട്ടുള്ള പശകളാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്തുനിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മാറ്റി വച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്കുകൾ ചെയ്യണ സമയത്ത് ഈ പറയുന്ന പശകൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വയ്ക്കുക കുട്ടികളുടെ അടുത്തുനിന്ന്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ചെയ്തെടുത്തത് കുഞ്ഞമ്മ ഏകദേശം ഒരു 2 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു വെറൈറ്റി കംപ്ലീറ്റ് ചെയ്തത്. എടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞിടാ അതിനകത്ത് നമുക്കൊരു ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞമ്മനോട് പറഞ്ഞു, കുഞ്ഞമ്മ വയ്ക്കുമ്പോഴേ കുറച്ച് നല്ല ഭംഗിയുള്ളത് വയ്ക്കണം. സാധാരണതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മേടിക്കണം. നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള തുണിയിലത് കിട്ടും. നമുക്ക് അത് വെച്ച് തന്നെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ശരിയടാ, എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് പറഞ്ഞു. അല്ല, ഞാനും ചേട്ടനും കൂടെ എറണാകുളം ബ്രോഡ്വേയിലെല്ലാം പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഷോപ്പിൽ കയറി. അവിടെ ഈ ഫ്ലവറിൻ്റെ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി വെറൈറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് കേട്ടോ. വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 50 രൂപ മുതൽ മുകളിലേക്കുണ്ട്. 50 രൂപ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം എടുക്കുമ്പോഴത്തേക്കും നല്ല വിലയും കാര്യങ്ങളും ഉണ്ട്. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ കുഞ്ഞമ്മ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് കഴിഞ്ഞുണ്ടെങ്കിൽ ഫ്ലവർ വൈസ് ഉൾപ്പെടെ ഫ്ലവറിനെ ഒരു കവറിലാക്കി മാറ്റി വെച്ചു. കുഞ്ഞമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ പൊടി അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ വാഷ് ചെയ്തെല്ലാം എടുക്കാം, വേറെ പ്രശ്നമില്ല, കളർ ഫെയ്ഡ് വരില്ല, അങ്ങനെ എല്ലാം ഉണ്ട്, ഓക്കെ, ഒരു പ്രശ്നമില്ല. എന്നാലും നമ്മൾ പൊടി അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കാതെ കുഞ്ഞമ്മ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരു നൈലോണിൻ്റെ ചെറിയൊരു തുണി പോലത്തെ ഒരു കവർ ഇട്ടിട്ട് അതിനകത്താക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ റെൻറ്റേഡിനാണ് താമസിക്കുന്നത്. നമ്മളിനി ഒരു വീടെല്ലാം വച്ച് മാറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വീട്ടിലെ ഷോക്കേസിലെല്ലാം വയ്ക്കാം. അന്നേരം പൊടിയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വാഷ് ചെയ്തെടുക്കാനും കഴിയുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. സാധാരണ ഇങ്ങനെയുള്ള കണ്ടെയ്നറും കാര്യങ്ങളും നമ്മളെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരാവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് കളയുന്നതാണ്. പക്ഷെ അങ്ങനെ കളയരുത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ അധികം ഗുണങ്ങളുണ്ട്. നമ്മളെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും കഴിയും. നമ്മളെ എന്താ പറയുക, മാലിന്യത്തിലേക്ക് പോകുന്ന അളവുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. നല്ല ശുദ്ധമായ വായുവും ഈ പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ ഇരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമൻറ്റും കാര്യങ്ങളും അറിയിക്കുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ഓരോ പേജുണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.
you did sometimes, seeing eyes of mine. Love, 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 I wanna be strong, strong. We're doing wrong, 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 but I'll try to fix it. Love, 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 I wanna be strong, strong. We're doing wrong, 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 but I'll change it, change it. Trees inside of me. In this desert I can look